അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ആ ലേബർ റൂമിൽ കയറുന്ന സമയം ഭയങ്കര ആശങ്കയിലായിരിക്കും. അവരുടെ കൂടെയുള്ള ആ സ്ത്രീയുടെ ഉമ്മ, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിന്റെ ഉമ്മ, വേണ്ടപ്പെട്ടവരൊക്കെ ഭയങ്കര ബേജാറിലും എന്താകുമെന്ന ഒരു ആശങ്കയിലുമായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ലേബർ റൂമിലേക്ക് ഗർഭിണിയെ കയറ്റിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഈ സമയത്ത് പ്രസവം എളുപ്പമാവാനുള്ള ഏറ്റവും നല്ല ദിക്റാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദിക്റാണ്. ഗർഭിണികൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടും, കൂടുതൽ ചൊല്ലൽ നല്ലതുമാണ്. ഗർഭിണിയായ സ്ത്രീ അവൾക്കും ഇത് ചൊല്ലാം. ലേബർ റൂമിലെത്തിയാൽ അവൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ടവർ, ഹോസ്പിറ്റലിലുള്ളവരും വീട്ടിലുള്ളവരും വേണ്ടപ്പെട്ടവരുമായ ആളുകളൊക്കെ ഈ പറയാൻ പോകുന്ന ദിക്ർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സുഖപ്രസവം ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ പെങ്ങള് പ്രസവിക്കുകയുണ്ടായി. ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, പെങ്ങളെ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്, ഭയങ്കര ബേജാറിലാണ്, ഞാൻ ബുർദ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, ബുർദ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ചൊല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ബുർദയുടെ ഓരോ വരികൾക്കിടയിലും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയാൽ അത് ആ ദിക്റിനെ വർദ്ധിപ്പിച്ചതിന്റെ ഫലം ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഉമ്മ വിളിക്കുകയാണ്, പെങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന്. ഇതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റിനെ ഗർഭിണി ലേബർ റൂമിലും മനസ്സുകൊണ്ട് പതിവാക്കുക, വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്ന കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റിനെ പതിവാക്കിയാൽ അത് ഏറെ ഗുണം ചെയ്യും. പ്രസവം പെട്ടെന്ന് തന്നെ ആയി കിട്ടും, അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാനുള്ള ഒരു അവസരമായി കിട്ടും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ചൊല്ലിയ ദുആ ആണ് ഈ ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിനു വേണ്ടി 2 തവണ കൂടുതൽ ചൊല്ലിത്തരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന വളരെ ലളിതമായ, ഹ്രസ്വമായ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ദിക്റാണ്. എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും ചൊല്ലാൻ പറ്റുന്ന, നല്ല ഫലമുള്ള, പ്രതിഫലവും ലഭിക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വേണ്ടപ്പെട്ടവരിലുള്ള മുഴുവൻ ആളുകളുടെയും ഗർഭങ്ങൾ സുഖപ്രസവമാക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു നല്ല റാഹത്തുള്ള, സന്തോഷമുള്ള, കൺകുളിർമയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകൾ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. പ്രയാസമുള്ള ആളുകളൊക്കെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അള്ളാഹു ഒരുപാട് ദിക്റുകൾ ജീവിതത്തിൽ ചൊല്ലാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുഴുവൻ ആളുകളുടെയും ദുനിയാവും ആഖിറവും അള്ളാഹു ഇസ്സത്തിലും വിജയത്തിലും ആക്കിത്തരട്ടെ. പവിത്രമായ ശഅബാനിന്റെ ദിനരാത്രങ്ങൾ, റമദാനിന്റെ ദിനരാത്രങ്ങൾ, മറ്റു നല്ല നല്ല രാവുകളിലൊക്കെ നിങ്ങൾ വിനീതനായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.